അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയങ്കരായ നമ്മുടെ വേദിയിലുള്ള നേതാക്കളെ, അതുപോലെ സദസ്സിലുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ വേദിയിൽ സംസാരിക്കുവാൻ സാധിച്ചതിന് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ഞാൻ ആദ്യമായിട്ട്. ഷബാബിൻ്റെ ചരിത്രം പറയുമ്പോൾ അത് 1976 ആണ് ആരംഭിച്ചതെങ്കിലും അന്ന് ഒരു മാസത്തിൽ 2 ലക്കം എന്ന രീതിയിലാണ് ഇതിൻ്റെ തുടക്കം. പിന്നീട് അത് വാരികയാക്കുന്നത് നമ്മുടെ ഡോക്ടർ ഹുസൈൻ മടവൂർ പ്രസിഡൻറ്റും നമ്മുടെ രണ്ടത്താണി സെയ്ദ് മലയുടെ പുത്രൻ അബ്ദുറഹ്മാൻ അൻസാരി ജനറൽ സെക്രട്ടറിയുമായി 1984 രൂപം കൊണ്ട സമിതിയാണ്. അന്ന് ഞാനതിൽ വൈസ് പ്രസിഡൻ്റായിട്ടൊരു അംഗമാണ്. ആ കമ്മിറ്റിയാണ് യഥാർത്ഥത്തിൽ ഇതൊരു വാരികയാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെയാണ് ഷബാബ് വാരികയായിട്ട് ഇറങ്ങിയത്. പക്ഷെ ഇന്ന രീതിയിലുള്ള ഒരു പുസ്തക രൂപത്തിലായിരുന്നില്ല അന്നത്തെ രൂപം. അത് പിന്നീട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഇതിന് മാറ്റം വന്നത്. അപ്പം ഇവിടെ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളെ അഭിനന്ദിക്കാനുള്ളത്, നിങ്ങൾ ഇതിൻ്റെ പ്രകാശനത്തിന് നിങ്ങൾ അരീക്കോട് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന അരീക്കോട് KNMൻ്റെ സ്ഥാപിക്കുന്നതിൻ്റെ 6 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഒരു സംഘമാണല്ലോ അരീക്കോട് ജമിയത്തുൽ മുജാഹിദീൻ. ഇന്ന് ഈ നമ്മൾ CP അടക്കം പഠിച്ചിട്ടുള്ള സുല്ലം സലാം സ്ഥാപനങ്ങൾ നടത്തുന്ന സംഘം. ആ സംഘത്തിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലക്കാണ്. അപ്പോൾ ഇതിൻ്റെ ആരംഭകാലത്തുണ്ടായിരുന്നൊരു പ്രവർത്തകൻ എന്ന നിലക്കും അതിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലക്കുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. അതുപോലെ ഇവിടെ എന്നെക്കാൾ കൂടുതൽ ഇതിൽ പ്രാക്ടിക്കൽ അനുഭവമുള്ള ഒരാൾ നമ്മളെ സ്റ്റേജിലിരിക്കുന്ന നമ്മൾ അബ്ദുസ്സലാം മാസ്റ്റർക്കാണ് ഇതിൻ്റെ പ്രായോഗികമായി. നമുക്കറിയാം, ഏത് വാരികയും പത്രം എന്ത് നടത്തുമ്പോഴും അതിൻ്റെ എഡിറ്റോറിയൽ ഉള്ള ആൾക്കാരെക്കാളും പ്രയാസം അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കാണ്. ആ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇതിന് ഫണ്ട് കണ്ടെത്തേണ്ടത്. ഇത് ഈ പ്രസ് ഇപ്പോൾ അരീക്കോട് ഇത് ബന്ധപ്പെടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാൻ ഓർക്കാണ് ആദ്യകാലത്ത് ഈ ഷബാബ് ദൈവാരികമായ കാലത്ത് തന്നെ കൊണ്ടു നടന്ന 2 വ്യക്തികളെ. ഒന്ന് എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്ന KV മൂസ സുല്ലമി. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ 45 വയസ്സായപ്പോൾ തന്നെ അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച മറ്റൊരു വ്യക്തി, അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നമ്മുടെ AWHൻ്റെ അതിൻ്റെ AWH ഉണ്ടാക്കിയ ആ എല്ലാ 33ഓളം സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ, അതായത് വികലാംഗർക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ ഡോക്ടർ കുഞ്ഞാമുദ് കുട്ടി. ഒരു പക്ഷേ പലർക്കും അറിയില്ല ഇവർ ISMൻ്റെ തലപ്പത്തുണ്ടായിരുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് മൂസ സുല്ലമിൻ്റെ കാര്യം. ഡോക്ടർ കുഞ്ഞാമൂട്ടി വളരെ കുറഞ്ഞ കാലമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം MBBS കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായ അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത് ധാരാളം കാശുണ്ടാക്കാവുന്നൊരു കാലമായിരുന്നത്. പക്ഷേ അദ്ദേഹം ആ വഴിക്ക് പോയില്ല, ചിന്തിച്ചില്ല, ഒരു ജോലിയും ചെയ്തില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഈ ഷബാബിന് വേണ്ടി ഓടി നടക്കുകയായിരുന്നു. KV മൂസ സുല്ലമി പറഞ്ഞിട്ടുണ്ട്, ഇതിന് ഫണ്ടുണ്ടാക്കാൻ വേണ്ടി അവർ കോയമ്പത്തൂർ അസാഹിബിനെ കാണാൻ പോകും പലപ്പോഴും. ആ പോകുന്ന സമയത്ത് അവർ യാത്ര ചെയ്യുന്ന ലോറിയിലൊക്കെയാണ്, കാരണം ബസ് ഫെയറിന് കാശില്ലാത്തതുകൊണ്ട്. അപ്പം അത്രയും പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാരിക ഇന്ന് നമുക്ക് സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാരികയായിട്ട് മാറിയത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ അരീക്കോട് തിരഞ്ഞെടുത്തേ ഞാൻ അഭിനന്ദിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് ഇത് പല പ്രസ്സുകളിലുമാണ്, നമ്മളെ അബ്ദുസ്സലാം മാസ്റ്റർ ലേഖനത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അത് പല പ്രസ്സുകളിലായിട്ട് കോഴിക്കോട് നിന്ന് പ്രിൻ്റ് ചെയ്തിരുന്ന ഈ സാധനം ആദ്യമായിട്ട് അരീക്കോട് ആണ് അതിൻ്റെ പ്രിൻറ്റിങ് തുടങ്ങുന്നത്. അരീക്കോട് വേറെ പ്രസ് ഉണ്ടായതുകൊണ്ടല്ല. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, ഈ ജമിയത്തുൽ മുജാഹിദിൻ്റെ 40ാം വാർഷികം അനുബന്ധിച്ച് 3 പേര് ഗൾഫിലേക്ക് പോയിരുന്നു അതിൻ്റെ പ്രചാരണത്തിന്. ഒന്ന് മർഹൂം KP മുഹമ്മദ് മൗലവി, മർഹൂം K ഉമ്മർ മൗലവി, മർഹൂം NB ഇബ്രാഹിം മാസ്റ്റർ. ഈ 3 ആളും ഒരു സ്ഥലത്ത് ചെന്നിട്ട്
ഇത് പലർക്കും അറിയാത്തൊരു ചരിത്രമാണ്. നമ്മളെ അറബ് ന്യൂസ് പത്രാധിപരുടെ അതിൻ്റെ ഓണറുടെ വീട്ടിൽ പോയി. അദ്ദേഹം സാധാരണ പതിവനുസരിച്ച് ആര് വന്നാലും ഇങ്ങനെ ഒരു പണക്കിഴി കൊണ്ടു കൊടുക്കും. അപ്പോൾ KP മുഹമ്മദ് വലിയ നിരസിച്ചു. ഞങ്ങൾ പിരിവിന് വന്നതല്ല. NV ഇബ്രാഹിം മാഷു നിരസിച്ചു. പക്ഷെ ഉമ്മർ മൗലവി അത് വാങ്ങി. ഉമ്മർ മൗലവി വാങ്ങിയിട്ട് എന്ത് ചെയ്തു പറഞ്ഞാൽ ആ പൈസ കൊണ്ട് പ്രസ് വാങ്ങി. ആ പ്രസ് വാങ്ങി സെൽസബീൽ പ്രസ്സായി. അങ്ങനെ ആ സെൽസബീൽ പ്രസ് നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് പല പ്രശ്നങ്ങളും കാരണം അത് പ്രസ് പൂട്ടിയിടേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ ഒരിക്കൽ ഒരു പൊന്നാനിയിൽ വെച്ചോ എന്തൊരു പരിപാടിയിൽ നമ്മൾ KV മൂസാ സുല്ലമി അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല മൗലവി, ഈ പ്രസ് നമുക്ക് ഷബാബ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ISM-ന് തന്നുകൂടെ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ അത് തീരുമാനമായി. 10 മിനിറ്റ് ആകുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ മറുപടി കൊണ്ടുപോകാൻ പറഞ്ഞു. പിറ്റേന്ന് രാത്രി അത് സംസാരിക്കണം. പിറ്റേന്ന് സുബഹി കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും ചോദിച്ചു പോലും, അല്ല പ്രസ് ആയിക്കോട്ടെ, പ്രസ് എടുത്തോളിയാൽ. അങ്ങനെ നമ്മളെ സുല്ലം സലാം അറബിക് കോളേജിൻ്റെ പഴയ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇന്ന് SPS പ്രവർത്തിക്കുന്ന ആ കെട്ടിടത്തിൻ്റെ അടിയിൽ കുറേ ഷോപ്പ് റൂംസ് ഉണ്ട്. ആ 4-5 6 ഷോപ്പ് റൂം അവിടെയാണ് യഥാർത്ഥത്തിൽ പ്രസ് സ്ഥാപിച്ചതും അതുപോലെ അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡൊക്കെ അവിടെയാണ് ഉണ്ടായിരുന്നത്. മാഷൊക്കെ അവിടെ കുറേ ഇരുന്നിട്ടുള്ളതാണ്. പിന്നീടാണ് നമ്മുടെ AV അബ്ദുറഹ്മാൻ ഹാജി അദ്ദേഹത്തിന് നിങ്ങൾ ആലോചിച്ചു, കോഴിക്കോട് സിറ്റിയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു ബിൽഡിങ്ങിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് സ്ഥലം തരികയാണ് പ്രസ് കൊണ്ടുപോയി വെക്കാൻ. അത് അരീക്കോട് നിന്നുള്ള എഡിറ്റോറിയൽ ബോർഡ് കോഴിക്കോടും പിന്നെ പ്രിൻറ്റിങ് അരീക്കോട്ടും ആകുമ്പോൾ ഇന്നത്തെ മാതിരി പെട്ടെന്ന് ഇതുണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഡിവൈസസ് ഒന്നുമില്ല ആ കാലത്ത് ഇങ്ങനെ അയക്കാനൊക്കെ. അപ്പോൾ അതായത് ഒരാളെ കൈകൊണ്ട് എഴുതിയിട്ട് ഇവിടെ കൊണ്ടുവരണം, അത് പ്രൂഫ് നോക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രിൻ്റ് ചെയ്യണം. ഇതൊക്കെ ഇങ്ങനെ പ്രയാസകരമായതുകൊണ്ടാണ് പ്രസ് അങ്ങോട്ട് കൊണ്ടുപോയത്. എനിവേ ആ കാലഘട്ടത്തിൽ നമ്മളെ സലാം മാഷ് വെച്ചാൽ വളരെ സജീവമായിട്ട് അതിൻ്റെ കൂടെ രംഗത്ത് പ്രവർത്തിച്ച ഒരാൾ. അദ്ദേഹത്തിൻ്റെ സംസാരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ഈ സന്ദർഭത്തിൽ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നമുക്ക് പലർക്കും തോന്നും KEN കുറേ നേരം സംസാരിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ KEN സംസാരിച്ചത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരി, കാരണം നമ്മൾ ഈ ദുനിയാവിൻ്റെ ഒരുപാട് പളപളപ്പിൽ നമ്മളൊക്കെ വ്യാപൃതരാകാണ്. അങ്ങനെ ഖുർആൻ പലപ്പോഴും നമ്മൾ മറക്കുകയാണ്. ഖുർആൻ നമ്മൾ കയ്യിൽ നിന്ന് വെക്കുകയാണ്. അപ്പോൾ എന്താ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ആലോചിക്കാൻ നമ്മൾ ദുനിയാവിൽ വ്യാപൃതമായതുകൊണ്ട് നമുക്ക് സമയം കിട്ടുന്നില്ല. KEN പറഞ്ഞ ഈ കാര്യം ഉണ്ടല്ലോ, അതായത് ഇവിടെ ഫാസിസ്റ്റുകൾ ഇങ്ങനെ പിടിമുറുക്കിക്കൊണ്ട് നമ്മളറിയുന്നില്ല. അവർ സാവധാനത്തിൽ പിടിമുറുക്കി, അവർ എന്ത് തന്ത്രവും കുതന്ത്രവും അതിനു വേണ്ടി ചെയ്യും. പക്ഷെ നമ്മൾ അനേകം കക്ഷികളായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. സുന്നി മുജാഹിദ് ഡിവൈഡെല്ലാം മുജാഹിദുകളുടെ അടിയിൽ തന്നെ പല സംഘടനകളായിട്ട്. അതെല്ലാം തീർച്ചയായിട്ടും നമ്മൾ യോജിക്കുക തന്നെ വേണം. എല്ലാ മുസ്ലിങ്ങളും യോജിക്കണം. എന്നാൽ മാത്രമേ നമുക്കുണ്ടല്ലോ. അപ്പോൾ ഈ KEN പറഞ്ഞ ആ രീതിയിൽ ഇത്തരം ഒരു ഘട്ടം വരുന്ന സമയത്ത് എല്ലാവരും ഡിവൈഡ് ചെറിയ ചെറിയ തുരുത്തുകളായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ ഹിംസിക്കുവാനും മുസ്ലിങ്ങൾക്ക് പൗരത്വം തന്നെ ഇല്ലാതാക്കുവാനും എല്ലാം വളരെ എളുപ്പമാണ്. അതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ രക്തചുരുക്കം. പഴയ കഥകളാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും ഇന്ന് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവിധ ആശംസകളും. അസ്സലാമു അലൈക്കും.